നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി, ലോകത്തെ പിടിച്ചുലച്ച ആഗോളതലത്തിൽ തന്നെ ആരോഗ്യരംഗത്ത് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ച ആ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഞങ്ങളുടെ ഈ യാത്രയിലേക്ക് സ്വാഗതം. ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം ഏതാണ്? ബ്രിട്ടനിലെ ലോക പ്രശസ്തമായ NHS അതോ നമ്മുടെ സ്വന്തം വീണ ജോർജിന്റെ കേരള മോഡലോ? ഉത്തരം തേടി നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി: ലോകോത്തരമായ ഈ കണ്ടെത്തലിന്റെ പേറ്റന്റ് ലഭിക്കാൻ പോകുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ്. ഒരു പ്രൊഫഷണൽ ഏജൻസിയുടെ പഠനങ്ങളോ അന്താരാഷ്ട്ര ഡാറ്റകളോ അല്ല ഈ കണ്ടെത്തലിന്റെ ആധാരം എന്ന് പറയുന്നത്. പകരം ഒരു UK മലയാളി അയൽവാസിയുടെ ഒറ്റ പോസ്റ്റ് ആണ്. അതാണ് സാർ ആധുനിക ഭരണത്തിന് വേണ്ടത്. ഫീഡ്ബാക്ക് എന്നത് അക്കാദമിക് പഠനങ്ങളിലല്ല, സോഷ്യൽ മീഡിയ ഫീഡുകളിലാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ധീരയായ ഭരണാധികാരി. ഈ പോസ്റ്റ് വായിച്ചപ്പോൾ മന്ത്രിയുടെ മുൻഗാമിയായ ശൈലജ ടീച്ചർക്ക് ബ്രിട്ടനിലെ NHS സംവിധാനം കേരളത്തിൽ കൊണ്ടുവരാൻ നടത്തിയ 2 യാത്രകളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്ന് അവർ പഠനം നടത്തിയത് വാർവിക് യൂണിവേഴ്സിറ്റിയിലും കവൻട്രി ഹോസ്പിറ്റലിലും ഒക്കെയാണ്. കാരണം ടീച്ചർക്ക് അറിയില്ലല്ലോ യഥാർത്ഥ വിവരങ്ങൾ യൂണിവേഴ്സിറ്റികളിലല്ല, മറിച്ച് മുൻ UK മലയാളികളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലാണ് കിടക്കുന്നതെന്ന്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മാതൃക മെച്ചപ്പെടുത്താൻ ലോകത്തെ മികച്ച സംവിധാനം പഠിക്കാൻ പോയ ടീച്ചറുടെ പ്രയത്നങ്ങളെ വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അപ്രസക്തമാക്കിയ നമ്മുടെ പുതിയ മന്ത്രിയെ സമ്മതിക്കണം. വീണ ജോർജ് ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചു. വെറും സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രമല്ല, ആ പോസ്റ്റ് ഇട്ട് സനൽകുമാർ എന്ന മഹാൻ മന്ത്രിയുടെ അയൽവാസി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടെത്തലുകൾക്ക് ഒരു ലോക്കൽ ടച്ച് ഉണ്ട്, ഒരു ഹോംലി ടച്ച്. ലോകം NHS-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അയൽവാസി സിസ്റ്റം എന്ന വിപ്ലവകരമായ ആശയത്തെ കുറിച്ചാണ്. മന്ത്രിയുടെ പോസ്റ്റിലെ ഹൈലൈറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പനി വന്നാൽ ബ്രിട്ടനിൽ ഡോക്ടറെ കാണാൻ 1 മാസം കാത്തിരിക്കണം പോലും. അനാവശ്യമായി ആന്റിബയോട്ടിക് കൊടുക്കില്ലത്രേ. ഇത് ആരോഗ്യരംഗത്തെ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ബ്രിട്ടീഷുകാർ കാത്തിരുന്നപ്പോൾ കേരളത്തിലെ മന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുത്തു. മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കണം, അതും എത്ര വേണമെങ്കിലും എന്ന വിപ്ലവകരമായ പ്രഖ്യാപനത്തിലൂടെ കേരളം ബ്രിട്ടനേക്കാൾ മുന്നോട്ട് പോയിരിക്കുന്നു. അതേസമയം ലണ്ടനിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാത്തതിന്റെ പേരിൽ നെഞ്ചു തകർന്ന് 2 കൊല്ലം ജീവിച്ച ഒരാൾ കേരളത്തിൽ സൗജന്യമായി മരുന്ന് കിട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു ആത്മീയ പശ്ചാത്താപത്തെക്കുറിച്ചും ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. ബ്രിട്ടനിലെ മരുന്നുകൾക്ക് വില കൂടുതലാണ്, കേരളത്തിലെല്ലാം സൗജന്യമാണ്. പക്ഷെ സനൽകുമാറിന് അറിയാമായിരുന്നില്ല, ഇവിടെ ക്യാൻസർ രോഗികൾക്ക് RCCയിൽ ഒരു ഡോക്ടറെ കാണാൻ പോലും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശുപാർശ കത്ത് വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന്. ഈ യാഥാർത്ഥ്യത്തെയൊക്കെ സൗകര്യപൂർവ്വം മറച്ചുപിടിച്ച് സൗജന്യ മരുന്ന് കിട്ടിയതിന്റെ പേരിൽ കേരളം ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമാണെന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെ ചിരി അടക്കി പിടിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. ബ്രിട്ടനിൽ ചികിത്സ കിട്ടാതെ വിഞ്ചു കുമാർ എന്ന മലയാളി മരിച്ചപ്പോൾ അതിവേഗം ചികിത്സ ലഭിച്ചിട്ടും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാൽ കേരളത്തിൽ ഒരു കത്ത് കിട്ടാൻ കാത്തു നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ചികിത്സ കിട്ടുമ്പോഴേക്കും സമയം വൈകിയേക്കാം. പക്ഷേ നമ്മൾ തളരില്ല, കാരണം നമ്മുടെ മന്ത്രിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു അയൽവാസിയുണ്ട്. ക്യാൻസർ രോഗികളുടെ ദുരന്തങ്ങൾ അറിയണമെങ്കിൽ മന്ത്രിയുടെ ഓഫീസിന് പുറത്ത് കാത്തു നിൽക്കുന്നവരെ കണ്ടാൽ മതി. എന്നിട്ട് മന്ത്രിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നു, നമ്മളാണ് മികച്ചത് എന്ന്. അപ്പോൾ ആരോഗ്യരംഗത്ത് ആർക്കാണ് മികച്ച സംവിധാനം? ക്യാൻസർ രോഗികൾക്ക് പോലും അതിവേഗം ചികിത്സ നൽകുന്ന ബ്രിട്ടനോ, അതോ ഒരു പനിക്ക് സൗജന്യമായിട്ട് പാരസെറ്റമോൾ നൽകിയിട്ട് അതിനെ ലോകത്തിലെ മികച്ച ആരോഗ്യ സംവിധാനമായി ഉയർത്തി കാണിക്കുന്ന കേരളത്തിനോ? നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.